ഹായ് ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈവ് ആസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ കേരളം കാത്തിരുന്ന ഒരു കേസ്, കഷായം ഗ്രീഷ്മയുടെ കേസ്, അതിന് ഒടുവിൽ വിധി വന്നിരിക്കുകയാണ്. കഷായം ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ കോടതി വിധിച്ചു. 2022 കേസിനാസ്പദമായ സംഭവം നടന്നത്. അതായത് കാമുകൻ ഷാരോൺ രാജിനെ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ഒട്ടേറെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസായിരുന്നു. ഒട്ടേറെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസും ഒട്ടേറെ ജനപ്രീതി അല്ലെങ്കിൽ ജനങ്ങളെ ഒട്ടേറെ ചിന്തിപ്പിച്ച ഒരു കേസും അല്ലെങ്കിൽ ഒട്ടേറെ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായ ഒരു കേസായിരുന്നു കഷായം ഗ്രീഷ്മ എന്നത്. അതുകൊണ്ട് തന്നെ കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് ഇന്ന് വന്നതെന്ന് പറയാം. കാമുകനെ കൊലപ്പെടുത്തിയ കഷായം ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അതായത് കേരള ചരിത്രത്തിൽ വധശിക്ഷ ലഭിക്കുന്ന മൂന്നാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ. ആദ്യ രണ്ട് സ്ത്രീകൾ, അതായത് ആദ്യത്തേത് 2006 കൊല്ലത്തെ തമ്പി വധക്കേസിലായിരുന്നു ആദ്യമായിട്ടൊരു സ്ത്രീക്ക് വധശിക്ഷ ലഭിച്ചത്. 2007 മാർച്ചിലായിരുന്നു സംഭവം നടന്നത്. അതിനുശേഷം വിഴിഞ്ഞം ശാന്തകുമാരി വധക്കേസിൽ റബീക്ക ബീവി എന്നൊരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചു. അതിനുശേഷം മൂന്നാമത്തെ ആളാണ് ഗ്രീഷ്മ. ഇതിൽ ആദ്യത്തെ അവസാന രണ്ടെണ്ണം, അതായത് റബീക്ക ബീവിക്കും ഗ്രീഷ്മയ്ക്കും വധശിക്ഷ വിധിച്ചത് ഒരേ കോടതിയും ഒരേ ജഡ്ജിയുമാണെന്നത് ഒരു കോയിൻസിഡൻസ് ആണെന്ന് പറയാം. അതായത് ജഡ്ജി AM ബഷീറാണ് രണ്ടുപേർക്കും വധശിക്ഷ വിധിച്ചതും, അതും ഒരേ കോടതി, അതായത് തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതിയാണ്, അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വധശിക്ഷ വിധിച്ചത്. അതും മറ്റൊരു പ്രത്യേകതയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ 3 സ്ത്രീകൾക്കാണ് കേരളത്തിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതുവരെ. കഷായം ഗ്രീഷ്മയുടെ കാര്യം നോക്കുമ്പോൾ മാധ്യമങ്ങളിലൊട്ടേറെ ചർച്ച ചെയ്ത വിഷയം, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കേസായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൻ്റെ വിധി എന്നത് എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കിയ, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിധിയായിരുന്നു ഇന്ന് വന്നതെന്ന് പറയാം. പ്രതിക്ക് അർഹിച്ച ശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നുവെന്നാണ് പ്രതിക്ക് അർഹിച്ച ശിക്ഷ തന്നെ ലഭിച്ചിരിക്കുന്നു. ഈ ഒരു വിധിന്യായത്തിൽ കോടതി പറഞ്ഞത് ഇപ്രകാരമാണ്. അതായത് ഷാരോൺ രാജ് വളരെയധികം വേദനകൾ അനുഭവിച്ചിരുന്നു. സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം, അല്ലെങ്കിൽ സമൂഹത്തിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു സന്ദേശമാണ് ഈ ഒരു കേസ് സമൂഹത്തിന് നൽകുന്നതെന്നാണ് കോടതി വധശിക്ഷ വിധിച്ചുകൊണ്ട് പറഞ്ഞത്. ഏതായാലും വളരെയേറെ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു കേസിനാണ് ഒടുവിൽ വിധി വന്നിരിക്കുന്നത്. അതായത് 2022 ഒക്ടോബറിലാണ് സംഭവം നടന്നതും. ഇപ്പോൾ ഏകദേശം 2.5 വർഷമായിരിക്കുന്നു. 2.5 വർഷം അടുക്കാറായി സംഭവം നടന്നിട്ട്. 2.5 വർഷങ്ങൾക്ക് ശേഷം വിധി വന്നത് എന്നതും വളരെ സ്വാഗതാർഹമാണ്. സ്വാഗതാർഹമാണെന്ന് പറയാം. ഏതായാലും കേരളം കാത്തിരുന്ന ആ ഒരു ഗ്രീഷ്മ വധക്കേസ്, കഷായത്തിൽ വിഷം കലർത്തി കാമുകനെ കൊന്ന ആ ഒരു വധക്കേസിൽ വിധി വന്നിരിക്കുന്നു. അതോടൊപ്പം ഗ്രീഷ്മയുടെ അമ്മാവനും തടവ് ശിക്ഷയുണ്ട്. അതായത് അമ്മാവനെയും തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. അതായത് 3 വർഷമാണെന്ന് തോന്നുന്നു അമ്മാവനെയും തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. അതോടൊപ്പം അതായത് തെളിവ് നശിപ്പിച്ചതിനെതിരെയാണ് അദ്ദേഹത്തിനെതിരെ വിധി വന്നിരിക്കുന്നത്, കേസ് നശിപ്പിച്ചതിന്. അതോടൊപ്പം ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടുകയും ചെയ്തു. ഏതായാലും പ്രതിക്ക് അർഹിച്ച ശിക്ഷ തന്നെ ലഭിച്ചു എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.